ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് WMC മീറ്റിംഗ് ഓരോ മണിക്കൂർ ഓരോ സെക്ഷൻ പ്രാർത്ഥിച്ചു വരികയാണ്. മോട്ടോർ സെക്ഷനോടൊപ്പം പ്രിയപ്പെട്ട എന്നെ വെൽക്കം ചെയ്ത ആള് എൻ്റെ മദറിലാണ്, എൻ്റെ മമ്മിയാണ്. മമ്മിയോടൊപ്പം മറ്റെല്ലാ സഹോദരിമാരോടൊപ്പം ഇന്നായിരിക്കാൻ ദൈവം അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവവചനം പ്രസംഗിക്കുകയല്ല, എനിക്ക് അങ്ങനെ പറയുന്നതിനേക്കാളും ദൈവവചനം ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പങ്കുവെക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം എന്നെക്കാൾ മുതിർന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്നത്. അപ്പം പ്രസംഗിക്കുക എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോ ദൈവം കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു വേദഭാഗം, ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു എന്ന് എനിക്ക് ബോധ്യമായ ഒരു വേദഭാഗം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് സങ്കീർത്തനം 145 18 വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനം 145 18. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അതിന്റെ ഇംഗ്ലീഷ് ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: The Lord is near to all who call upon him, to all who call upon him in truth. പലപ്പോഴും ദേവദാസന്മാരാലും നമ്മൾ തന്നെയും ഈ വേദഭാഗം വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമാണ്. എങ്കിൽ പോലും ഇന്നലെ ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്കിത് വീണ്ടും വീണ്ടും വായിക്കാൻ ഒരു പ്രേരണ തോന്നി. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുക. അപ്പൊ ഞാൻ ഓർത്തു, എന്താ ഈ സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുക? നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിൽ പോലും സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മിടുക്കുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തെ വിളിക്കും. ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ പോയി കാണാം. നമ്മൾ നമ്മുടെ ആലോചനയാൽ കുറെ കാര്യങ്ങൾ ചെയ്യും. ഒരുപക്ഷെ ആ പ്രശ്നം വളരെ രൂക്ഷമായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ വേദഭാഗം നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ വേദപുസ്തകം നോക്കുമ്പം പല വ്യക്തികള് ദൈവത്തെ വാസ്തവമായിട്ട് നിലവിളിച്ച് ദൈവത്തോട് അപേക്ഷിച്ച ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ആ വിളിച്ചപേക്ഷിച്ച ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിച്ചതായിട്ടും നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് നമുക്ക് ഒന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 18:31. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു, യഹോവ അവനെ സഹായിച്ചു. ഇവിടെ യഹോശാഫാത്തിനെ ആക്രമിക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ കടന്നു വന്ന ഒരു സൈന്യത്തിന്റെ മുന്നില് യഹോശാഫാത്ത് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അവനറിയാം രക്ഷപ്പെടുകയല്ല എന്നുള്ള കാര്യം. പക്ഷെ യഹോശാഫാത്ത് ചെയ്തത്, യഹോശാഫാത്ത് ദൈവത്തോട് നിലവിളിച്ചു. ആ നിലവിളി ദൈവം കേട്ടു. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിന്റെ താഴേക്കുള്ള ഭാഗം വായിക്കുമ്പോൾ, അവൻ ഇസ്രായേൽ രാജാവല്ല എന്ന് രഥനായകന്മാർ കണ്ടിട്ട് അവർ അവനെ പിന്തുടരാതെ മടങ്ങിപ്പോയി. അതായത് അവരുടെ കണ്ണ് ദൈവം കുരുടാക്കി കളഞ്ഞു. ഞാൻ ഇന്ന് രാവിലെയും മമ്മിയോട് ഇങ്ങനെ പറയുകയായിരുന്നു. എന്റെ പപ്പ ഒരു ശുശ്രൂഷകനാണ്, തൊടുപുഴ അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്ററാണ്, പാസ്റ്റർ പ്രസാദ് കോശി. അപ്പം ഞങ്ങളുടെ വീടിന്റെ അയൽപക്കത്തുള്ള ഒരു ആന്റി ഇത് നേരിട്ട് കണ്ട ഒരാളാണ്. ഈ കണ്ണ് കുരുടാക്കുക എന്ന് പറയുന്നത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു ആന്റി ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതാണ്. ആന്റിയുടെ ഭർത്താവും മകനും ഒക്കെ ഭയങ്കര എതിർപ്പാണ്. രണ്ടുപേരും ആന്റി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഇവർ രണ്ടുപേരും ഇല്ലാതിരുന്ന സമയത്ത് ആന്റി ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. ഞായറാഴ്ച ഒന്നും ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ല. ഇതുപോലുള്ള ഇടസമയങ്ങൾ എപ്പോഴെങ്കിലും അവർ വീട്ടിലില്ലാത്തപ്പോൾ ആന്റി വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇവര് വീട്ടിൽ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഈ ആന്റി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. പ്രാർത്ഥിച്ച് തീരുന്നതിന് മുന്നേ ആന്റിയുടെ ഭർത്താവ് തിരികെ വീട്ടിലെത്തി. ഒരു മതിലിന്റെ വ്യത്യാസമേ ഉള്ളൂ. വീട്ടിലെത്തിയപ്പോൾ അപ്പച്ചന് മനസ്സിലായി, പ്രായമുള്ള ഒരു അപ്പച്ചനാണ്, അപ്പച്ചന് മനസ്സിലായി അമ്മച്ചി അവിടെ ഇല്ല എന്നുള്ള കാര്യം. പിന്നെ അമ്മച്ചിയെ കാണാൻ സാധ്യതയുള്ളത് ഞങ്ങളുടെ അടുത്താണ്. അപ്പച്ചന് അത് മനസ്സിലായപ്പോ അപ്പച്ചൻ ഒരു ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വീടിന്റെ മുൻവശത്ത് വന്ന് നിൽക്കുകയാണ്. അമ്മച്ചി ഇറങ്ങുമ്പോൾ തല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ട് തോന്നി. കാരണം നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ കടന്നു വന്നിട്ട് അതിന്റെ പേരിൽ അടി കൊള്ളുക എന്ന് പറയുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പച്ചൻ ആന്റി പറഞ്ഞു, സാരമില്ല പാസ്റ്ററെ, ഞാൻ തല്ലു കൊണ്ടോളാം, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് വിട്ടില്ല. അല്പ സമയം കഴിഞ്ഞപ്പോ ഞങ്ങൾ നോക്കിയപ്പോ അപ്പച്ചൻ തിരികെ നടന്നു പോവുക.
ആ തക്കത്തിന് അപ്പൊ രണ്ട് വശത്തേക്കും അമ്മച്ചിക്ക് വീട്ടിലേക്ക് എത്താൻ പറ്റും. വീടിന്റെ രണ്ട് വശത്തും. വീടിന്റെ പുറവശത്താണെങ്കിൽ വാതിലും ഇല്ല, ഞങ്ങൾക്ക് ഒറ്റ വാതിലേ ഉള്ളൂ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട്. അപ്പോ രണ്ട് വശത്തുകൂടി അമ്മച്ചിയുടെ വീട്ടിലെത്താൻ കഴിയും. അപ്പൊ അപ്പച്ചൻ തിരികെ പോയി എന്ന ആ ഒരു സമയം മനസ്സിലാക്കിയ നേരത്ത് അമ്മച്ചി വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി മറുവശത്തൂടെ പോകാൻ വീടിന്റെ ഒരു പകുതി വരെ എത്തിയപ്പോഴത്തേക്കും അപ്പച്ചൻ തിരിച്ചു വന്നു. ഞാനാണെങ്കിൽ ജനലിന്റെ അവിടെ നോക്കുമായിരുന്നു. ഞാൻ അറിയാതെ കർത്താവിന്ന് വിളിച്ചു പോയി. കാരണം അപ്പച്ചൻ അടിക്കുമ്പോൾ നമുക്ക് അറിയാം. പക്ഷെ ഈ അമ്മച്ചി പോകുന്നത് അപ്പച്ചൻ കണ്ടില്ല എന്നുള്ളതാണ്. അമ്മച്ചി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവര് മുഖാമുഖമായിട്ട് കണ്ടു, പക്ഷെ അപ്പച്ചൻ കണ്ടില്ല അമ്മച്ചിയെ. അമ്മച്ചി ആ സമയത്ത് നേരെ വേഗം വീട്ടിലെത്തി. അപ്പോ കുറച്ചു നേരം കൂടെ അപ്പച്ചൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇല്ലാന്ന് തോന്നി. തിരികെ വീട്ടിലെത്തിയപ്പോ അമ്മച്ചി വീട്ടിലുണ്ട്. നീ എവിടെ ആയിരുന്നു ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ആടൊക്കെ ഉണ്ട് അവർക്ക്, ഞാൻ ആടിനെ കെട്ടാൻ പോയതായിരുന്നൊക്കെ അമ്മച്ചി പറഞ്ഞു. അപ്പോൾ ശരിക്കും കണ്ണ് കുരുടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖാമുഖമായിട്ട് കണ്ടിട്ട് പോലും അമ്മച്ചിയെ മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീട് ഈ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു. പ്രാർത്ഥനയ്ക്കൊക്കെ പോകാൻ അമ്മച്ചിക്ക് സമ്മതമൊക്കെ കൊടുത്ത ഒരു സമയത്ത് അമ്മച്ചി ചോദിച്ചു, നിങ്ങൾ ഇന്നാള് എന്നെ തല്ലാൻ പാസ്റ്റർ വീടിന്റെ മുൻവശത്ത് വന്ന് നിന്നില്ലേ, നിങ്ങൾ അന്ന് എന്നെ കണ്ടില്ലേ? അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല, നീ ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളുടെ മുഖം നമ്മൾ നേരിട്ട് കണ്ടല്ലോ. ഞാൻ കണ്ടില്ല. അത് ശരിക്കും എന്താ പറയാ, കണ്ണ് കുരുടാക്കി കളയുന്ന ഒരു ദൈവം. ഇവിടെ ഈ യഹോശാഫാത്തിനെ അല്ല എന്ന് ചോദിച്ച് അവരെ മടങ്ങിപ്പോയെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. യഹോശാഫാത്ത് നിലവിളിച്ചു, ദൈവം സഹായിച്ചു എന്നാ പറയുന്നത്. മറ്റൊരു ഒരു ഒരു കാര്യം നമുക്ക് വായിക്കാം. 2 ദിനവൃത്താന്തം തന്നെ 32:20. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സൻഹെരീബ് എന്നൊരു രാജാവ് യഹൂദയെ ആക്രമിക്കാൻ വരികയാണ്. ഇവിടെ ഹിസ്കിയ രാജാവും ഈ പറയുന്ന യെശയ്യാ പ്രവാചകനും അറിയാം അവരുടെ സൈന്യത്തിന് അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന സൻഹെരീബിനെ തിരിച്ചാക്രമിക്കാൻ കഴിയത്തില്ല. അവരുടെ ശക്തി കൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് അവർക്കറിയാം. അവിടെ ഇവർ ചെയ്ത ഒരു കാര്യമാണ്, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. ആത്മാർത്ഥമായിട്ട് നിലവിളിച്ചപ്പോൾ അവിടെ ഒരു ദൂതനെ അയച്ച് ആ സൈന്യത്തെ സംഹരിച്ചു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. നമുക്ക് ഹന്ന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ നമുക്കറിയാം. ഈ വാ കൊണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഹൃദയത്തിലെ നമ്മുടെ എന്താ പറയുക, ഹൃദയ വിചാരങ്ങളെയും നിലവുകളെയും അറിയുന്ന ദൈവം പ്രാർത്ഥന കേൾക്കും എന്നുള്ള ഒരു കാര്യമാണ് 1 ശമൂവേൽ എഴുതിയ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 1 ശമൂവേൽ 1:13. ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയില്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. 15-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുക അത്രേ ചെയ്തത്. ഇവിടെ വാക്കുകൊണ്ട് ശബ്ദത്തിൽ ഹന്ന ഇവിടെ പ്രാർത്ഥിക്കുന്നില്ല. അവളുടെ വിഷമത്തിന്റെ ആധിക്യം കൊണ്ട് അവള് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയില് അവൾ ഇവിടെ പറയുകയാണ്, ഞാൻ ഹൃദയം പകരുകയാണ് ചെയ്തത്. ഒച്ചയൊന്നും പുറത്തേക്ക് വന്നില്ല. പക്ഷെ നമ്മുടെ നിലവുകളെ അറിയാവുന്ന ദൈവം ആ പ്രാർത്ഥന കേട്ടൊരു പ്രവാചകനെ ഹന്നയ്ക്ക് നൽകി. ഇവിടെ ഞാൻ നമ്മൾ ആദ്യം വായിച്ച വാക്യം, സത്യമായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയുടെ മുഖത്താണ് നമ്മൾ എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം സത്യമായിട്ട് ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. ആ വിളിച്ചപേക്ഷിക്കുന്ന ആ സമയത്ത് തന്നെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് എന്ന് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടും ഈ വേദപുസ്തകത്തിലെ പല അനുഭവങ്ങൾ കൊണ്ടും നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുരുടനായ ഒരു വ്യക്തി ബർത്തിമായി, അവൻ ദൈവത്തെ യേശു കർത്താവിനെ കണ്ടിട്ടില്ല, കേട്ടു. അവന്റെ ശ്രുതി പരന്നപ്പോ ഇവൻ കേട്ടു, ഇങ്ങനെ ഒരാള് സൗഖ്യമാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കാരനെ സൗഖ്യമാക്കുന്നു. പല അത്ഭുതങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ബർത്തിമായി, ദാവീദ് പുത്ര, എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് നിലവിളിച്ചു. ആ നിലവിളിക്ക് അവന് ലഭിച്ച പ്രതിഫലം എന്ന് പറയുന്നത് അവന്റെ കാഴ്ചയാണ്. അവന്റെ കാഴ്ച അവന് തിരികെ കിട്ടി. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഏതവസ്ഥയിലായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വ്യക്തമായി അല്ലെങ്കിൽ നമ്മളായി അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ആ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പ്രതിസന്ധിയിൽ നമുക്ക് പരിഹാരം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് നിർത്തുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.